ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പാരൻസ് ഡേ വിശേഷങ്ങളായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ പാരൻസ് ഡേ പെർഫോമൻസിൻ്റെ വീഡിയോ അതേപോലെ പാരൻസ് ഡേ ഹൈലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കണ്ടിട്ട് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടായിരുന്നു പെർഫോമൻസ്, നല്ല ഭയങ്കര ഒരു എഫക്റ്റ് ഉള്ളൊരു പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു എല്ലാവരും. നമ്മൾ പെർഫോം ചെയ്തത് ഭൂതപ്പാട്ടായിരുന്നു. അത് കൊറിയോഗ്രാഫി ചെയ്തത് വിനീത് മാസ്റ്ററാണ്. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് നല്ല സ്കൂളുകളിലൊക്കെ കലോത്സവത്തിന് ഗ്രൂപ്പ് ഡാൻസിൻ്റെ കൊറിയോ ചെയ്യുന്നത്, സ്റ്റേറ്റ് കലോത്സവങ്ങൾക്കും ഒക്കെ ഫസ്റ്റെല്ലാം കിട്ടുന്നത് സാറിൻ്റെ ഐറ്റംസാണ് യൂഷ്വലി. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും വിനീത് മാസ്റ്ററിനെ അറിയാം. അപ്പോൾ സാറിൻ്റെ കൊറിയോഗ്രഫിയിലാണ് നമ്മൾ ഭൂതപ്പാട്ട് ചെയ്തത്. നമ്മൾ 8 പേരാണ് കളിച്ചത്. അതിൽ പിന്നെ ഒരു അമ്മയും കുട്ടിയും, അങ്ങനെ നമ്മൾ മൊത്തം 10 പേരായിരുന്നു. അപ്പോൾ ഈ ഒരു കൊറിയോൻ്റെ ഭാഗമാവാൻ പറ്റിയ എല്ലാവരും അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത്രയും സാറിൻ്റെ കൊറിയോൻ്റെ പാർട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്കാണ്. ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ 8 പേരാണ് സാറിൻ്റെ കൊറിയോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി പാരൻസ് ഡേയിൽ. ഞാൻ യൂഷ്വലി ഹിപ്പ് ഹോപ്പ് വെസ്റ്റേൺ ആണ് ഇപ്പം ഞാൻ ചെയ്യാറുള്ളത്. ക്ലാസിക്കൽ ടച്ച് വിടുന്നല്ല, ക്ലാസിക്കൽ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 12 ഇയേഴ്സായി. ഞാൻ 3 ഇയേഴ്സ് മുതൽ 18 ഇയേഴ്സ് വരെ ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം 18 ഇയേഴ്സിന് ശേഷം ഞാൻ ക്ലാസിക്കൽ കളിച്ചിട്ടേ ഇല്ല. സെമി ഞാൻ 1-2 തവണ കളിച്ചിട്ടുണ്ട് തോന്നുന്നു, അതിന് ശേഷം ഞാൻ കളിച്ചിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. അതും വിനീത് സാറിൻ്റെ കൊറിയോ തന്നെ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ ഇപ്പം ഞാൻ AGയിൽ പറയഞ്ചേരി ആർട്ടിസ്റ്റിക് കോഴ്സിലാണ് ഞാനിപ്പോൾ വെസ്റ്റേൺ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1 ഇയറിന് മേലെയായി ഞാൻ AGയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കൊരു ബ്രേക്ക് ഇടും, എങ്ങനെ ചിൽഡ്രൻസ് ഡേ, പാരൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ വരുമ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രേക്ക് ഇടും. എന്നാലും ഞാൻ കോൺസ്റ്റൻ്റ്ലി ഞാൻ AGയുടെ സ്റ്റുഡൻ്റാണ്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ഒരു പെർഫോമൻസിൻ്റെ പിന്നിൽ നമ്മളെടുത്ത എഫേർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം എടുക്കാൻ പോയ ദിവസം, അതേപോലെ നമ്മളൊരു ദിവസത്തെ പ്രാക്ടീസ് ഡേ, പിന്നെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു സ്കൂളിൽ, അതിൻ്റെ വീഡിയോ മോക്കപ്പ് പ്രാക്ടീസ്, അതേപോലെ നമ്മൾ പാരൻസ് ഡേൻ്റെ ആ ഒരു ദിവസം എല്ലാം ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ അതേമാതിരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ഒപ്പീനിയൻസ് പറയുമ്പോഴേ എനിക്ക് എൻ്റെ വീഡിയോസിലുള്ള കുറവുകൾ എന്താണ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് ഞാൻ നമ്മുടെ കോസ്റ്റ്യൂം എടുക്കാൻ പോയ ദിവസത്തെ ആ ഒരു ഷോർട്ട് വീഡിയോ ആണ്. കോസ്റ്റ്യൂം എടുക്കാൻ പോയതും എവിടെ നിന്നാണ് കോസ്റ്റ്യൂം എടുത്തത്, എങ്ങനത്തെ കോസ്റ്റ്യൂമാണെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും. ഓക്കെ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെ പോലെ തന്നെ നമ്മളും സുന്ദർ മഹലിൽ നിന്നാണ് കേട്ടോ കോസ്റ്റ്യൂം എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ഫോട്ടോസിലുള്ളതെല്ലാം വിനീത് സാറിൻ്റെ കൊറിയോഗ്രഫിയിൽ പിള്ളേർ സ്റ്റേറ്റിലും സഹോദരിക്കൊക്കെ കളിച്ചിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ അഭിചേച്ചി, ലക്ഷ്മി ചേച്ചി, ശാലിനി ചേച്ചി, ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് കോസ്റ്റ്യൂം എടുക്കാൻ വന്നിട്ടുള്ളത്. ബാക്കി 4 പേർക്കും ഓരോ തിരക്കൊക്കെ ആയിട്ട്, പിന്നെ എല്ലാവരും കൂടി വെറുതെ വരണ്ടല്ലോ. ഈ ഒരു കോസ്റ്റ്യൂം അവർ ബാഗിൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എണ്ണം നോക്കുക, എടുത്തുകൊണ്ട് വരിക. കാരണം സാർ ഓൾറെഡി കോസ്റ്റ്യൂം എന്ത് വേണം, എങ്ങനത്തെ വേണം എന്നൊക്കെ ഓൾറെഡി സുന്ദർ മഹലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി അവിടെ ഉണ്ടാവാറുള്ള 2 പേരാണ് ഉണ്ടാവാറുള്ളത്. അതിലൊരാൾ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാണ് എല്ലാം ഓടി നടന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് നമ്മൾ തന്നെ കോസ്റ്റ്യൂമൊക്കെ എണ്ണി നോക്കി, നീളും എല്ലാം സെറ്റാണോ എന്നൊക്കെ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന റെഡ് കളറ് എണ്ണം കറക്റ്റല്ല. അപ്പോൾ ഒരു മെറൂൺ ഉണ്ടായിരുന്നു, 1-2 എണ്ണം മെറൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 8 എണ്ണത്തിൻ്റെ സെറ്റ് ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി. അങ്ങനെ നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വിനീത് സാറിൻ്റെ എല്ലാ കൊറിയോഗ്രാഫിക്കും സുന്ദർ മഹൽ തന്നെയാണ് കേട്ടോ കോസ്റ്റ്യൂം എടുക്കാറുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ കോസ്റ്റ്യൂംസ് കിട്ടി, നമ്മൾ എണ്ണൊക്കെ നോക്കി ബാഗിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സുന്ദർ മഹലിൽ നിന്ന് ഇറങ്ങി നേരെ സൗഷ്ഠവയിലേക്ക് പോകും. അതിൻ്റെ ഇടയിൽ ഇവർക്ക് എന്തോ അമ്പലത്തിൽ തിരുവാതിരക്കളി കളിച്ചതിൻ്റെ സെറ്റ് കൊണ്ടൊക്കെ റിട്ടേൺ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മളിന്ന് നേരെ സൗഷ്ഠവയിലേക്കാണ് പോകുന്നത്. സൗഷ്ഠവയാണ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് സൗഷ്ഠവ.
അവിടെ വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഇതിനി എൻ്റെ വണ്ടിയിൽ വെക്കണം. അപ്പോൾ കാറൊക്കെ നമ്മൾ സൗഷ്ഠവേൻ്റെ അടുത്ത് പാർക്ക് ചെയ്തേ, കാരണം പാളയത്താണ് നമ്മളെ സുന്ദർമഹലിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കോഴിക്കോട് മാത്രമല്ല, എനിക്കിവിടെ US-ലും UK-ലും ഓസ്ട്രേലിയയിലും ഒക്കെ എന്ത് ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും പലരും സുന്ദർമഹലിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പേഴ്സണലി എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പാളയത്ത് വണ്ടി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് സൗഷ്ഠവേൻ്റെ മുന്നിൽ വണ്ടി നിർത്തി നമ്മൾ ഓട്ടോ വിളിച്ച് വന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ 3 പേരും ഓട്ടോ കയറി. പാരൻസ് ഡേൻ്റെ കോസ്റ്റ്യൂം എടുത്ത വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.